ഫീൽ ഗുഡാക്കി എടുക്കാൻ നോക്കിയതാണ്. നല്ല ക്രിഞ്ച് ഗുഡായി പോയി. പറയല്ല കേട്ടോ, എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറും അല്ലേ. അങ്ങോട്ടും പണം ഒരു പക്ക കണ്ടെങ്കിരിക്കങ്ങ് ഹണീബിയുടെയെങ്കിലും ഒരു സൈഡിൽ പോലും എത്തിയിട്ടില്ല. ഭാവന ചേച്ചിക്ക് ഒരുപാട് നാൾക്ക് ശേഷം വന്ന ഒരു സിനിമ അഭിനയിച്ച സിനിമയാണ്. ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. മറ്റേ എഴുച്ചിലും സാധനമൊന്നുമല്ല, നല്ല ക്ലൈമാക്സ് കുറച്ചുകൂടി മോശമൊന്നുമല്ല, നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ല നൈസായിട്ട് നല്ലൊരു ഫീലാണ്. എല്ലാവരും കണക്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഫീൽ ഗുഡാക്കി എടുക്കാൻ നോക്കിയതാണ്. നല്ല ക്രിഞ്ച് ഗുഡായി പോയി. നല്ല മൂഞ്ചിപ്പോയി ക്ലൈമാക്സ്. ഒരു കോസ്റ്റ്യൂം വൈസ് ഒക്കെ സെറ്റാണ്, ലുക്ക് വൈസ് ടോവിനോ അഭിനയവും പൊളിയാണ്. പിന്നെ സൗബിന്റെ ചെറിയ സൗണ്ട്സ് ഒക്കെ ഇങ്ങനെ എന്താ പറയണെന്നൊരു ആയിപ്പോയി. എന്താണ് സിനിമയ്ക്കുള്ള സിനിമയാണോ പടം? സിനിമയ്ക്കുള്ള വലിയ ബോറിംഗ് ഉണ്ടാന്ന് ചോദിച്ചാൽ ഇന്റർവ്യൂവിൽ കുഴപ്പമില്ലായിരുന്നു. ക്ലൈമാക്സ് ആയപ്പോഴും നല്ല രീതിയിൽ ഒരു സീനുണ്ട് അനൂപനായിട്ട്, അത് നല്ല രീതിയിൽ വലിഞ്ഞ് ഒരു ബോറിംഗ് ഒന്നും ഇല്ല, സംഭവം സൂപ്പറാണ്. അല്ല കോമഡി സൂപ്പറാണ്, ക്രിഞ്ച് അങ്ങനെയൊന്നും ഇല്ല, അടിപൊളി പടം. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര സൂപ്പറാണ്. ഞാൻ പറഞ്ഞത് തുടക്കം മുതൽ നല്ല അടിപൊളി കോമഡിയും നല്ല പക്ക ഗ്രാൻഡ് സിനിമയാണ്. സൂപ്പർ പൊളി പടം, എല്ലാം പടം. ടോവിനോ അങ്ങനെയുണ്ട്, ടോവിനോ പക്ക പൊളിയാണ്. എന്നുവെച്ചാൽ പുള്ളി ഭയങ്കര സെറ്റാണ് കാണാനൊക്കെ, അല്ല പൊളി കൊള്ളാം, എല്ലാം പടം. ഇതൊരു സിനിമയ്ക്കുള്ള സിനിമയാണോ പറഞ്ഞു? സെയിം ഇത് തന്നെ സംഭവം നമ്മൾ കണ്ട് കൊള്ളാം. എല്ലാം കൊണ്ടും പടം ഒരു പക്ക കണ്ടെങ്കിരിക്കങ്ങ് ബോറടിയൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല, ആദ്യം മുതൽ ഫുൾ അവസാനം വരെ കണ്ടെങ്കിരിക്കാങ്ങ് ഒരു ബോറിംഗ് അങ്ങനെയൊന്നും ഇല്ല, ക്രിഞ്ച് അങ്ങനെയൊന്നും ഇല്ല, പക്ക പൊളിയാണ് പടം. പോരാ, നല്ലൊരു ട്രൈ ആയിരുന്നു. ബട്ട് സ്ക്രിപ്റ്റ് ഒന്നും ഭയങ്കര വീക്കായിരുന്നു. ടോവിനോയും അത്ര ആപ്റ്റായിട്ട് തോന്നിയില്ല. ആക്ടിങ് ഒക്കെ എനിക്ക് ഭയങ്കര പാറായിട്ടാണ് തോന്നിയത്. പറയല്ല കേട്ടോ, എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറും അല്ലേ. കഥയും അതേപോലെ ആകെ ടോവിനോന്റെ ലുക്കും പിന്നെ ആദ്യത്തെ 30 മിനിറ്റ് കുറച്ച് സ്റ്റൈലിഷ് മേക്കിംഗ് ഉണ്ട്, അത് കൊള്ളാം. ഇന്റർവെൽ സീനുണ്ട്, അതോടെ എനിക്ക് മനസ്സിലായി വെറുതെ വന്നിരുന്നു. പോസിറ്റീവ് ആകെ ഒരു പോസിറ്റീവ് ഉണ്ട്, മ്യൂസിക്കും BGM-ഉം പിന്നെ ഇമോഷണൽ സീൻസും ക്ലൈമാക്സിൽ കുറച്ച് ഇമോഷണൽ സീൻസ്, അത് മാത്രം പോസിറ്റീവായിട്ട് പറയാം. വേറെ ഒന്നും പോസിറ്റീവ് ശരിക്കും പറയില്ല. സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലടാ, ഒട്ടും കൊള്ളത്തില്ല. എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയാൻ പോലും ഒരു എലമെന്റ് ഞാൻ കാണുന്നില്ല. ഭയങ്കര ഡിസപ്പോയിൻമെന്റ്. ടോവിനോ അങ്ങനെ ഉണ്ടായിരുന്നു. ടോവിനോ ഭാവനയ്ക്ക് രസമുണ്ട്, പക്ഷേ സിനിമയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ടീച്ചറൊക്കെ കണ്ടപ്പോൾ പൊളിയാന്ന് വിചാരിച്ചു. ഹണീബിയുടെയെങ്കിലും ഒരു സൈഡിൽ പോലും എത്തിയിട്ടില്ല. ട്രെയിലറിലും ടീച്ചറിലും കണ്ട ആ ഒരു എക്സ്പെക്ടേഷൻസ് എനിക്ക് കിട്ടിയില്ല. ഡിസപ്പോയിൻറ്റഡ് ആണ്. കുഴപ്പമില്ല, ഒരു പടം കണ്ടിരിക്കാം. ഞാൻ മസ്റ്റ് വാച്ചൊന്നും പറയത്തില്ല, കൊള്ളാം. ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് എന്തോ ഒരു ഫസ്റ്റ് ഹാഫിന് അത്ര എത്തിയില്ല. അവിടെ അപ് ടു ദ മാർക്ക് എങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അടിപൊളിയാണ്. എന്താണ് ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിൽ? മൊത്തം കൊള്ളാം. വിചാരിച്ച അത്രയ്ക്കൊന്നും ഇല്ല, ജസ്റ്റ് വൺ ഡേ വാച്ചപ്പോഴാണ്. പേഴ്സണലി അത്ര എനിക്ക് കണക്റ്റ് ആയിട്ടില്ല ഫിലിം. പിന്നെ ചില സീക്വൻസ് ഒക്കെ കൊള്ളായിരുന്നു, പക്ഷേ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ആവില്ല. ചില സ്ഥലത്ത് നല്ല അപ്പായിരിക്കും, പിന്നെ ഡൗൺ ആവും. അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാതെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ആവറേജ് അത്രേ ഉള്ളൂ, വൺ ഡേ വാച്ച്. പിന്നീട് ലുക്കും അഭിനയമൊക്കെ കൊള്ളാം, പക്ഷേ ഫിലിം നമുക്ക് കൺവേ ആയിട്ടില്ല, അങ്ങ് ഫിലിമിലോട്ട് ഇന്നാവാൻ സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പടം അത്ര പോരാ എന്ന് മാത്രമല്ല, ആവറേജ് പടം. പിന്നെ ടോവിനോയുടെ ലുക്കും കാര്യങ്ങളൊക്കെ പൊളിയാണ്. നമ്മുടെ വിക്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മലയാളത്തിലെ വിക്രം എന്ന് പറയുന്നത് ടോവിനോ തോമസ് ആണ്. ആളുടെ ലുക്ക് വേറെ ലെവലാണ്, മോശം പൊളിയാണ്. പിന്നെ ഭാവന ചേച്ചിക്ക് ഒരുപാട് നാൾക്ക് ശേഷം വന്ന ഒരു സിനിമ അഭിനയിച്ച സിനിമയാണ്. അതിൽ കുറച്ച് വേഷങ്ങൾ കുറച്ച് ഇതേ ഉള്ളൂ, അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സലീം കുമാറിൻ്റെ മോനുണ്ട്, അവന് അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പടം കുറച്ച് ആവറേജ് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഹണീബി പോലെ പടം ഒത്തിട്ടില്ല. പക്ഷേ ഞാൻ ഹണീബിയെ ആ സിനിമ പോലെ ഒന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ എനിക്ക് ആവേശം കാണിക്കാൻ പറ്റണില്ല, അതിനൊരു വിഷമമുണ്ട്. മൊത്തത്തിൽ പ്ലെയിൻ ആയിരുന്നു മൊത്തത്തിൽ പടം. നമുക്ക് ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഇപ്പം ആദ്യം തുടക്കത്തിലൊക്കെ ആ ഒരു ബഡ്ജറ്റിന്റെ റിച്ച്നെസ്, നല്ല ഫ്രെയിം, മൊത്തത്തിൽ മേക്കിംഗ് അടിപൊളി. പക്ഷേ ആ ഒരു മൊമെന്റിന് പിന്നെ അങ്ങോട്ട് പടത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒരുമാതിരി പ്ലെയിൻ ആയിപ്പോൾ അവസാനമൊക്കെ ആയപ്പോൾ ഇത് തീർന്നില്ലേ എന്ന് തോന്നുന്നൊരു നല്ലൊരു ഇത് അങ്ങനെ പോയി ആകെ. പിന്നെ മ്യൂസിക്കൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഓക്കെ ആയിരുന്നു. മൊത്തത്തിൽ പടം നോക്കിയ ഒരു തിയേറ്റർ വാച്ച് എന്ന് പറയാനില്ല, ഒരു നോർമൽ ഒരു സാധനം അത്രേ ഉള്ളൂ. പറയുകയാണെങ്കിൽ ഒരു ബിലോ ആവറേജ് ആണ്. പക്ഷെ ടോവിനോയുടെ നല്ല ലുക്കും ടോവിനോനെ നല്ലോണം ഡെപ്പിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോവിനോനെ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ആക്ടിംഗ് ലെവലിൽ ടോവിനോ വലിയ തെറ്റില്ലെന്നേ പറയാനുള്ളൂ.
പിന്നെ മെയിൻലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സുരേഷ് കൃഷ്ണയുടെ നല്ല കുറേ സീക്വൻസുകളുണ്ട്. അതുപോലെ ചന്തു സലിംകുമാറിന്റെ വളരെ കുറച്ച് സീക്വൻസുള്ള ആ പുള്ളിയുടെ എല്ലാ സീക്വൻസും പുള്ളി സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ എലമെന്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ പടം ബിലോ ആവറേജ് എന്ന് പറയേണ്ടി വരും. ജീൻ പോളിന്റെ മൂവീസിന്റെ ലിസ്റ്റിനകത്ത് ഇത് ഗ്രാഫ് താഴ്ന്നു നിൽക്കും. പടം ആദ്യമൊക്കെ നല്ലതായിരുന്നു, ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു ഇതായിട്ടില്ല. ആദ്യമേ നമുക്കൊരു പടത്തിൽ ഒരു ഇന്നാവാൻ പറ്റിയിട്ടില്ലായിരുന്നു, പാടായിരുന്നു. മ്യൂസിക് എല്ലാം കൊള്ളായിരുന്നു, അഭിനയം അതിനൊന്നും കുഴപ്പമില്ല. സംഭവം എന്തോ നമുക്ക് പടത്തിനോട് ഒരു ഇമോഷണലായിട്ട് കണക്ട് ആയിട്ടുണ്ട്. കഥയായിരുന്നു പ്രശ്നമായിട്ട് തോന്നി. സ്റ്റോറി അല്ല, ഡയറക്ഷൻ ചെറിയ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം, വൺ ടൈം വാച്ചബിൾ തന്നെ, കുഴപ്പമില്ല. പ്രതീക്ഷ ഒത്ത് എന്തായാലും വന്നിട്ടില്ല. നമ്മൾ ട്രെയിലർ കണ്ട് ഒരിക്കലും പടം കാണാം, അത് ഓരോരുത്തർ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷേ ട്രെയിലർ കണ്ട് എന്തോ ഒരു തല്ലുമാലയിലേക്ക് ഞാൻ പ്രതീക്ഷയായിരുന്നു, പക്ഷേ അത്ര വന്നിട്ടില്ല. ഒബ്വിയസ്ലി ഞാൻ ടോവി ഫാനോട് എന്തായാലും പോസിറ്റീവായിട്ട് പറഞ്ഞു. ടോവിയുടെ ഒരു വൺ മാൻ ഷോ, ഫുള്ളായിട്ട് വൺ മാൻ ഷോ, ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നൊരു ഫിലിമിൽ കൺവേ ചെയ്തുണ്ട്. പക്ഷേ അത് ഫുൾ ഒന്നൊരു ഡിസ്ക്രൈബ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫൺ എലമെന്റ്, ഒരു എന്റർടൈനിങ് ആണ്, അല്ലാണ്ട് ഫുൾ എൻഗേജ്ഡ് ഒന്നും അല്ല പടം. ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആണ്. പടം കൊള്ളാം, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതി തന്നെയായിരുന്നു എൻഡിങ്. അപ്പം അത് നന്നായി എടുത്തിട്ടുണ്ട്, പക്ഷേ ആക്ടിങ് ഒക്കെ കൊള്ളാം. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ എക്സ്പെക്റ്റഡ് ആയിരുന്നു ട്രെയിലർ വെച്ച്. അപ്പം കൊള്ളാം പടം. ആവറേജ് ലെവലേ ഉള്ളൂ, എന്തുപറ്റി? കുഴപ്പമൊന്നുമില്ല, ഒരു എടുത്തു പറയാനൊന്നുമില്ല, അത്രേ ഉള്ളൂ. ടൊവിനോയുടെ ലുക്കൊക്കെ പൊളിയാണ്, മേക്കിംഗ് കൊള്ളാം, മ്യൂസിക് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫാണ് കുറച്ച് പണി. ആവറേജ് പടമാണ് ഇത്. കോസ്റ്റ്യൂം, കളർ ഗ്രേഡ് അതൊക്കെ കൊള്ളായിരുന്നു, എഡിറ്റിംഗ് ഒക്കെ നൈസാണ്. അല്ലാതെ പ്രത്യേകിച്ച് നന്നായിട്ടൊന്നുമില്ല. ഒരു ചെറിയ ലാഗൊക്കെ ഉണ്ട് പടത്തിന്, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. പടം കുഴപ്പമില്ല, ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ടൊവിനോയുടെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. ബാക്കി അവസാനം ഒരു ചെറിയ ലാഗൊക്കെ ഉണ്ട്, ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ക്രിഞ്ചായിട്ടൊക്കെ തോന്നുന്നു. പടം വൺ ടൈം വാച്ച്, സമയം ഉണ്ടെന്ന് കാണാൻ കുഴപ്പമില്ല.